വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ കരാർ ലംഘനമുണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെന്ന് AFA മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറയുന്നു. എന്നാൽ എന്താണ് വീഴ്ചയെന്നതിൽ വ്യക്തതയില്ല. നേരത്തെ AFI കരാർ ലംഘിച്ചെന്നായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാനും കേരളത്തിലെ സ്പോൺസറും വ്യക്തമാക്കിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണിപ്പോൾ വരുന്നത്. മെസ്സി കേരളത്തിലെത്തുമോ ഇല്ലയോ എന്നുള്ള കഴിഞ്ഞ കുറച്ച് നാളുകളെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ ഇത്. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വരുന്നത്. കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ കരാർ ലംഘനമുണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെന്നാണ് AFA മാർക്കറ്റിംഗ് വിഭാഗം മേധാവി പറയുന്നത്. MG മിഥുൻ നൽകും വിവരങ്ങൾ. മിഥുൻ, ഇത്രനാളും നമ്മുടെ സർക്കാരും മന്ത്രിയും കായിക മന്ത്രിയും പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ AFA മാർക്കറ്റിംഗ് വിഭാഗം മേധാവി പറയുന്നത്. അല്ലെ, എന്താണ് അദ്ദേഹം പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഒരു സ്പോർട്സ് ലേഖകനോട് സംസാരിച്ച വാട്സാപ്പ് ചാറ്റ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഒരു തരത്തിലുമുള്ള കരാർ ലംഘനം AFAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, പക്ഷേ കേരള സർക്കാരാണ് ഇത്തരത്തിൽ കരാർ ലംഘിച്ചതെന്ന് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് കരാർ ലംഘനമാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ ചാറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇല്ല. അതിലേക്ക് ഈ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്, ഒപ്പം തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ MDയും ഒക്കെ വ്യക്തമാക്കിയത്, ഈ വിഷയത്തിൽ AFA കരാർ ലംഘിച്ചു. അതായത് തുക 130 കോടി രൂപ കൈമാറുകയും അതിൽ കരാർ ഒപ്പിടുകയും ചെയ്തതാണ്. പക്ഷേ ഈ വർഷം സെപ്റ്റംബറോടുകൂടി വരാമെന്നായിരുന്നു വാക്ക് നൽകിയിരുന്നത്. പക്ഷേ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോയിരിക്കുന്നു. അതിൽ കരാർ ലംഘനമാണ് AFAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നായിരുന്നു ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വർഷം മെസ്സി കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇപ്പോൾ അതിന് വിപരീതമായി ഈ AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ ഹെഡ് കൂടി നിലപാട് വ്യക്തമാക്കുന്നു. അതായത് ഒരു തരത്തിലുമുള്ള കരാർ ലംഘനം തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യം, ആരാണ് ഈ കരാർ ലംഘിച്ചത്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നാണ് കരാർ ലംഘനം ഉണ്ടായത് എന്ന് ഇവർ പറയുന്നത്, അതാണോ ശരി? അതല്ല, മറിച്ച് ഇപ്പോൾ മാർക്കറ്റിംഗ് ഹെഡ് പറയുന്നതനുസരിച്ച് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണോ ഇങ്ങനെയുള്ള ചില പിഴവുകൾ സംഭവിച്ചത്, അല്ലെങ്കിൽ കരാറെങ്കിലും ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷേ നേരത്തെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് ഈ അർജന്റീനയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി നേരത്തെ സ്പെയിനിലേക്ക് കായിക മന്ത്രി അബ്ദുറഹ്മാൻ സന്ദർശനം നടത്തിയിരുന്നു. അത് നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവാക്കിയ 13 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാണ് അവിടെ പോവുകയും ചെയ്തത്. പക്ഷേ ആ സന്ദർശനത്തിൽ അവിടെ ഏജന്റുമായി, അതായത് ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധമുള്ള ഒരു ഏജന്റുമായി മാത്രമാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഏജന്റ് കൃത്യമാണ്, അതായത് ഏജന്റ് ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധമുള്ള ആൾ തന്നെയാണ് എന്നുള്ളതാണ് പിന്നീട് വ്യക്തമാവുകയും ചെയ്ത്. മറ്റൊന്ന്, ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുമായി സംസാരിക്കണമായിരുന്നു. അങ്ങനെ ഒരുപക്ഷെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലേക്ക് മെസ്സി എത്തുമായിരുന്നു, അർജന്റീന ടീം എത്തുമായിരുന്നു. ഒപ്പം തന്നെ ഇത്രയധികം തുക നൽകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വിമർശനം ഉയരുന്നത്. കാരണം ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഏജന്റുമാരുമായി കോൺടാക്ട് ചെയ്യുന്നു, ആ രീതിയിൽ ഒരു ഏജൻസി വഴി മുന്നോട്ട് പോകുമ്പോൾ അധിക തുക, ഇവരുടെ കമ്മീഷൻ അടക്കമുള്ള തുക നൽകേണ്ടതായിട്ട് വരും. അതാണ് ഇത്രയും വലിയ തുക ആവശ്യപ്പെട്ടതായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത് എന്നുള്ളതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിശദീകരണം. അതിൽ ഇനി തങ്ങൾക്കൊന്നും തന്നെ ചെയ്യാനാകില്ല, നേരത്തെ തന്നെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ, സംസാരിച്ചതുപോലെ തന്നെ ആ തുക നൽകാൻ മാത്രമേ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ ആ വിഷയത്തിൽ കൈയൊഴിയുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത്, ആർക്കാണ് തെറ്റുപറ്റിയത്, ഈ കരാർ ലംഘിച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ അർജന്റീന ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാൻ സർക്കാരിന് ₹1 പോലും ചെലവില്ലെന്ന മന്ത്രിയുടെ വാദം പൊളിച്ചുകൊണ്ടാണ് നേരത്തെ ഈ വിദേശ പര്യടനത്തിന് മുടക്കിയ ലക്ഷങ്ങളുടെ 13 ലക്ഷത്തിലധികം രൂപയുടെ കണക്ക് പുറത്തു വന്നത്. അത് മിഥുൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതേ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്
വീഴ്ചയുണ്ടായത് എന്ന് AFA മാർക്കറ്റിംഗ് വിഭാഗം പറയുന്നത്. പക്ഷേ അതിലൊരു കൃത്യമായ വിശദീകരണം നൽകുന്നില്ല എന്നത് ഒരു ഭാഗത്ത് മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത്രനാളും സർക്കാരും മന്ത്രിയും പറഞ്ഞത് കള്ളമാണ് എന്ന് വരികയല്ലേ ചെയ്യുക മിഥുൻ? തീർച്ചയായും. അതായത് ഈ കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തേണ്ടതാണ്. അദ്ദേഹം ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരുത്തണം. കാരണം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നാൽ അതിൽ പ്രതികരിക്കേണ്ടത് മന്ത്രി തന്നെയാണ്. പക്ഷേ ഈ ആരോപണം നിലനിൽക്കുന്നതാണോ? ഈ മാർക്കറ്റിംഗ് ഹെഡ് പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കരാർ ലംഘനം കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള ഒരു കാര്യത്തിൽ വിശദീകരണം ഇനി വരേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ സ്പോൺസർ എന്ന രീതിയിൽ സ്പോൺസറായിട്ടുള്ള റിപ്പോർട്ടർ MD ഇതുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. അതായത് 130 കോടിയോളം രൂപ കൈമാറിയിട്ടുണ്ട്, അതിൻ്റെ കരാറുണ്ട്, അത് അവർ ഏർപ്പെട്ടു. ഇന്ത്യയിലേക്ക് ഈ വർഷം തന്നെ 2025 വരാം, സെപ്റ്റംബറിൽ വരാമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരാറിൽ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ ഒപ്പുവെക്കുകയും ചെയ്താണ്. അതിൻ്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ തങ്ങളുടെ പക്കലുണ്ട്, അത് ഹാജരാക്കാൻ തയ്യാറാണ്. ഒപ്പം തന്നെ ഇനി അതായത് ഈ നേരത്തെ 2022 ലോകകപ്പ് വിജയിച്ച അതേ ടീമിനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അവർ പറയുന്നത് അതായത് 2026 ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് വരാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ടീമിനെ ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ടതായിട്ടില്ല. അത് തീർച്ചയായും ഇതൊരു കരാർ ലംഘനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ വാക്ക് പാലിക്കുന്നില്ല. നിയമ നടപടികളിലേക്കടക്കം പോകുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞു വെക്കുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരാണ് പറയുന്നത് ശരിയെന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. AFAയുടെ മാർക്കറ്റിംഗ് ഹെഡ് പറയുന്നതനുസരിച്ച് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കരാർ ലംഘിച്ചത് കേരള സർക്കാരാണെന്ന് പറയുമ്പോൾ പോലും തന്നെ എന്താണ് ലംഘിച്ചത്, എന്ത് കാര്യങ്ങളിലാണ് ഒരു ലംഘനം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തമായ ചിത്രം നൽകുന്നില്ല എന്നുള്ളതാണ്. വ്യക്തമായ ഒരു വിശദീകരണം ഈ AFAയുടെ മാർക്കറ്റിംഗ് ഹെഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിൽ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് ലേഖകനായിട്ട് സംസാരിച്ച വാട്സാപ്പ് ചാറ്റ് മാത്രമാണ്. അത് എത്രത്തോളം ആധികാരികത ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയം സ്വാഭാവികമായും പ്രകടിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ മന്ത്രിയാണ് പ്രതികരിക്കേണ്ടത്. മന്ത്രിയാണ് ഇതിന്റെ വിശദീകരണം ഏറ്റവും ഒടുവിൽ നൽകേണ്ടതും. തീർച്ചയായും. എന്തായാലും അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ആണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതികരിക്കുന്നത്. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിൽ കരാർ ലംഘനം ഉണ്ടായത് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെന്നാണ് AFI മാർക്കറ്റിംഗ് വിഭാഗം മേധാവി പറയുന്നത്. ഇതിൽ ഇനി ആര് പറയുന്നതാണ് ശരി, കേരള സർക്കാരിനാണോ വീഴ്ചയുണ്ടായത് അല്ലെങ്കിൽ അർജന്റീന ടീമിനാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ പ്രതികരിക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ അർജന്റീന ടീം മേധാവിയുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണത്തിൽ പ്രതികരിക്കേണ്ടത് കേരളത്തിന്റെ കായിക മന്ത്രിയാണ്. മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മെസ്സിയുടെ സന്ദർശനത്തിൽ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന്റെ വിശദീകരണം വന്നതിന് പിന്നാലെ സർക്കാരിനെതിരെ UDF നേതാക്കൾ മെസ്സി ഈസ് മിസ്സിംഗ് എന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. കായിക മന്ത്രി മറുപടി പറയണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നത് സർക്കാർ തള്ളിമറിച്ചുണ്ടാക്കിയതാണെന്നും ഷാഫി പറമ്പിലും വിമർശിച്ചു. വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. അർജന്റീനയുടെ 2022 ഖത്തർ വേൾഡ് കപ്പിലെ വിജയം, അതിൽ മെസ്സിയുടെ പെർഫോമൻസിനും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണയിൽ ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന, അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ചൊരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത്. ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല. പക്ഷേ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണ്.